ടോക്സിക്കിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഈ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം നെഗറ്റീവായിട്ട് ഈ വീഡിയോ മാറുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഫ്ലാഷ് ബാക്ക്. All know the cinema and I wouldn't want to say it. And one of Kasaba is a movie that I unfortunately watched, and certain dialogues which were not only derogatory but most saddening to a woman in a scene. ഇതിനകത്ത് യാഷ് ഒരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഒരു കാറിനുള്ളിൽ ഏർപ്പെടുന്നതും ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളായിട്ട് മാറുകയും ചെയ്തത്. അംഗവും കൂടിയായ ഗീതു മോഹൻദാസിന്റെ സിനിമയിലാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സമയത്ത് പ്രത്യേകിച്ച് കസബ പോലൊരു സിനിമയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടും എഗെയിൻസ്റ്റുമായിട്ട് നിന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഗീതു മോഹൻദാസ്. അതിനെ രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ഞാൻ പറയുന്നത് ഇപ്പൊ കസബയില് ഈ കുത്തിന് പിടിക്കുന്നത് വില്ലനാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് ഹീറോ ചെയ്യുമ്പോഴേ പ്രശ്നമുള്ളൂ. ബാല, ഇങ്ങനെയൊന്നും നീ എന്നോട് പറയരുത്. ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാ. അല്ലാണ്ട് മമ്മൂക്ക ചെയ്യുമ്പോഴല്ല നമുക്ക് പ്രശ്നം, നമുക്ക് ഹീറോ. നാക്കും അതിൽ നിന്ന് വരുന്ന വാക്കും ബി കെയർഫുൾ. സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു അന്ന് WCCയുടെ വാദം. എന്നാൽ ഇന്ന് ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ, WCCയുടെ അംഗമായ ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ സ്ത്രീകളെ ഒരു ഉപയോഗമായി മാത്രം കാണുന്നു, സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം എന്തിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്? ഇനിയിപ്പോ രണ്ടാളും കുടുങ്ങുമല്ലോ, അവനവനും ഉള്ളതും കൊണ്ടിരുന്നാ പോരായിരുന്നോ? ഇനിയിപ്പോ കിടന്ന് പഠിച്ചിട്ട് എന്താ കാര്യം? സിനിമയിൽ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന അതേ ഗീതു മോഹൻദാസ് തൻ്റെ സിനിമയിൽ വേറൊരു ഭാഷയിൽ പോയിട്ട് സിനിമ സംവിധാനം ചെയ്തപ്പോൾ തൻ്റെ നിലപാടെല്ലാം കീഴ്മേലായിട്ട് മറിച്ച് ഇതേ രീതിയിൽ തന്നെ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു സെക്ഷൽ ഉപയോഗമായിട്ടൊരു സ്ത്രീയെ കാണുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ വിമർശനമായിട്ട് ഉയരുന്നത്. എന്നാൽ ഒരു ചൊല്ലുണ്ട്, നാണമില്ലാത്തവന്റെ പറയാൻ പാടില്ലാത്തൊരു താലുകെടുത്താലും അതൊരു തണലാണെന്ന്. നോക്കി പഞ്ഞുവയ്ക്കാറായല്ലോ, ഇനിയെങ്കിലും നിർത്തിക്കൂടെ ചെറ്റത്തരൊക്കെ. ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ ഇത്രയധികം വാദിച്ചുകൊണ്ടിരുന്ന WCC അംഗവും കൂടിയായ ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ ഇങ്ങനൊരു രംഗവും കൂടി കാണിക്കാനുള്ള ധൈര്യം, ഔചിത്യം, ഇതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങൾ സ്വാഭാവികമായും ചോദ്യം ചെയ്യുന്നത്. അന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. അരയെ കിട്ടിയ ചരട് പാമ്പായി കൊത്തിന്ന് കേട്ടിട്ടുള്ളൂ, ഇപ്പൊ അതും സംഭവിച്ചു. എന്നാ ഞാനോട് വിട വാങ്ങട്ടെ തമ്പി സാർ.